Once again, welcome back to KCS Classes. KCS Classes-ൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ മാസം 25-ാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഡെയിലി MCQസിൽ ഇൻകം ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജൂനിയർ അക്കൗണ്ടിൻ്റെ 2 ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യത്തെ MCQs ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ച്, രണ്ടാമത് ക്രാഷ് ബാച്ച്, അതെല്ലാതും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ലാസ്റ്റ് ലാപ്പിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ MCQs മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. അതുമാത്രമല്ല, നമ്മുടെ ആപ്പിൽ ഒരു ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. വെറും 100 രൂപ മാത്രമാണ് അതിന്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടിയും ഇൻക്രീസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അതുമാത്രമല്ല, നമ്മൾ കോമേഴ്സ് ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ അതിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിനിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, കമ്പൽസറി അക്വിസിഷൻ ഓഫ് എൻ അസറ്റ് അണ്ടർ എനി ലോ ഈസ് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. Number 2, conversion of a capital asset into stock in trade is treated as transfer. Number 3, redemption of zero coupon bonds is not considered a transfer for capital gains. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ളത്. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കമ്പൽസറി അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് അണ്ടർ എനി ലോ ഈസ് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഗവൺമെന്റ് നമ്മുടെ ലാൻഡൊക്കെ കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ കോമ്പൻസേഷൻ ലഭിക്കും. അത് ട്രാൻസ്ഫർ ആണ്, അവിടെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 2, കൺവേർഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. അതും കറക്റ്റാണ്. ഇപ്പോൾ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും, ട്രാൻസ്ഫർ ആണ്. സോ കറക്റ്റാണ്. നമ്പർ 3, റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്സ് ഈസ് നോട്ട് കൺസിഡേർഡ് എ ട്രാൻസ്ഫർ ഫോർ ക്യാപിറ്റൽ ഗെയിൻസ്. അത് തെറ്റാണ്. റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഇൻട്രസ്റ്റോ മറ്റ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിലും അത് ക്യാപിറ്റൽ ഗെയിനിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ നടത്തുക. ദെൻ റിഡീം ചെയ്യുമ്പോൾ ആ ബെനിഫിറ്റാണ് ലഭിക്കുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല എങ്കിലും അത് യൂഷ്വൽ ട്രാൻസ്ഫർ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. നോട്ട് കൺസിഡേർഡ് എ ട്രാൻസ്ഫർ ഫോർ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 16. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17 റിഗാർഡിംഗ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. For asset acquired before 1/4/2001, the cost can be taken as fair market value as of the date. Number 2, the cost of acquisition of self-generated goodwill of a profession is taken as nil. Number 3, bonus shares allotted before 1/4/2001 have a cost of acquisition equal to their fair market value on that date. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. So നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഫോർ അസറ്റ്സ് അക്വയർഡ് ബിഫോർ 1/4/2001 the cost can be taken as the fair market value as of that date. കറക്റ്റ് അല്ലേ? നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2001 സോ അസെറ്റ് അതിനേക്കാൾ മുമ്പ് അക്വയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ വാല്യൂ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ടാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂവിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. കറക്റ്റാണ്.
Number 2, the cost of acquisition of self-generated goodwill of a profession is taken as nil. Correct ആണ്. നമുക്ക് സെൽഫ് ജനറേറ്റഡ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലേ, അതിനെയാണ് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയാം. ബിസിനസ്സിൻ്റെ ആണെങ്കിലും പ്രൊഫഷൻ്റെ ആണെങ്കിലും അത് നില്ലാണ്. നമ്മൾ ഗുഡ് വില്ല് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ഗുഡ് വില്ല് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരാം. നമ്മൾ എത്രയാണ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കും. വേറെ അക്വിസിഷനാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഗുഡ് വില്ല്. അതല്ലാണ്ട് സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഗുഡ് വില്ലിന് അതിന് വാല്യൂ ഇല്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. കറക്റ്റാണ്. ദെൻ ബോണസ് ഷെയർസ് അലോട്ടഡ് ബിഫോർ 1/4/2001 ഹാവ് എ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈക്വൽ ടു ദെയർ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദാറ്റ് ഡേറ്റ്. കറക്റ്റാണ്. ബോണസ് ഷെയർസ് ശരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അതിന് വാല്യൂ ഇല്ല, നില്ലാണ് വരുന്നത് വാല്യൂ. ബട്ട് നമുക്ക് 1/4/2001 മുമ്പ് നമുക്ക് ബോണസ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് നമ്മൾ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. ഓൾ ആർ കറക്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18 റിഗാർഡിംഗ് ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഷെയർസ് സെക്ഷൻ 112A. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. Long term capital gain on listed equity shares exceeding rupees 1 lakh is taxed at 10%. Indexation benefit is available for gains calculated under section 112A. Then STT, security transaction tax, must have been paid on both acquisition and transfer for 112A to apply. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. അപ്പോൾ 112A പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് എക്സീഡിങ് 1 lakh, 1 ലക്ഷത്തിനേക്കാൾ മേലെ ഉള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇക്വിറ്റി ഷെയർസിൻ്റെ അതിൻ്റെ ടാക്സ് വരുന്നത് 10% ആണ്. കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Then indexation benefit is available for gains calculated under section 112A എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇതിന് ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ അതും കൺസിഡർ ചെയ്യില്ല. അതാണ് 112A പ്രത്യേകത. ഈ 10% കൊടുക്കുന്നു അവിടെ, അപ്പോൾ പിന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, അപ്പോൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. Then security transaction tax must have been paid on both acquisition and transfer for 112A to apply. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് അക്വിസിഷൻ ആണെങ്കിലും ട്രാൻസ്ഫറിനാണെങ്കിലും. അത് കറക്റ്റാണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഇൻ റിഗാർഡിംഗ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. Taxpayers can deposit unutilized capital gains in capital gain account scheme before the due date of filing the return. Number 2, if the amount deposited is not utilized within the specified period, it becomes taxable as short-term capital gain. Number 3, the amount can be deposited in any private sector bank. Only 1 is correct. 1 and 2, 2 and 3 all are correct. നോക്കാം നമുക്ക്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്താ, നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൻ്റെ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് സ്കീമിനെയാണ് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കണം നോക്കിയേ, ടാക്സ് പേയേഴ്സ് ക്യാൻ ഡിപ്പോസിറ്റ് അൺയൂട്ടിലൈസ്ഡ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. കറക്റ്റാണ്. നമുക്ക് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ബിഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമുക്ക് അത്രത്തോളം ബെനഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ടാക്സ് അത്രത്തോളം കുറച്ച് അടച്ചാൽ മതി. ദെൻ ഇഫ് ദ എമൗണ്ട് ഡിപ്പോസിറ്റഡ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ് വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്, നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് ബിക്കംസ് ടാക്സബിൾ ആസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അത് തെറ്റാണ്. നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറില്ല ചെയ്യുക. അത് ഏത് ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ആണെങ്കിൽ ലോങ് ടൈം, ഷോർട്ട് ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈം. ഓക്കെ. Then the amount can be deposited in any private sector bank. അത് തെറ്റല്ലേ. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ ബാങ്കിൽ
പബ്ലിക് സെക്ടർ ബാങ്കുകളിലാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം നമുക്ക് അല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ആക്ച്വലി പോസിബിൾ അല്ല. ഈ കറക്റ്റ് ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്തിരിക്കണം. എന്തായാലും പ്രൈവറ്റ് സെക്ടർ ബാങ്കിലല്ല, പബ്ലിക് സെക്ടർ ബാങ്കുകളിലാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ 2ഉം 3യും തെറ്റാണ്, 1 മാത്രമാണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. റിഗാർഡിംഗ് റിവേഴ്സ് മോർട്ട്ഗേജിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. റിവേഴ്സ് മോർട്ട്ഗേജ് ഈസ് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. Any amount received by a senior citizen under a reverse mortgage scheme is exempt from tax. The exemption applies to both lump sum and periodic installments. 1 and 2 are correct. 2 and 3 only 1. All are correct. നോക്കാം നമുക്ക് എന്താണ് റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഇത് 60 വയസ്സിനേക്കാൾ മേലെയുള്ള ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ നമ്മൾ മോർട്ട്ഗേജ് അടച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ആ വീട് നമുക്ക് സ്വന്തമാവുകയാണ് ചെയ്യുക. ഇത് 60 വയസ്സിനേക്കാൾ മേലെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ വീട് ബാങ്കിലേക്ക് പോവും. നമ്മൾ മോർട്ട്ഗേജ് അങ്ങോട്ട് അടയ്ക്കേണ്ട, ബാങ്ക് ഒരു ഫിക്സഡ് എമൗണ്ടോ അതല്ലെങ്കിൽ മന്ത്ലി എമൗണ്ടോ ഈ പറയുന്ന ഓണർക്ക് കൊടുക്കും. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതിനെയാണ് റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന് പറയാം. ബാങ്ക് ആർക്ക് കൊടുക്കും, ഈ പറയുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. അതിനുശേഷം ഇവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ് ചെയ്യുക, എടുക്കുകയാണ് ചെയ്യുക. അവർ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളും ചെയ്യും. അപ്പോൾ സ്വന്തം പ്രോപ്പർട്ടി ബാങ്കിലോട്ട് എന്ത് കൊടുത്ത് അതിൽ നിന്നൊരു എമൗണ്ട് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ എബോവ് 60 ആൾക്കാർക്ക് പറ്റുന്നൊരു പരിപാടിയാണത്. അപ്പോൾ റിവേഴ്സ് മോർട്ട്ഗേജ് ഈസ് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഒന്നും വരുന്നില്ല. ബാങ്ക് ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് മാത്രം. അതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ട്രിഗേർഡ് ആവണമെന്നില്ല. അതൊരു ട്രാൻസ്ഫർ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ സീനിയർ സിറ്റിസൺ അണ്ടർ എ റിവേഴ്സ് മോർട്ട്ഗേജ് ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. കറക്റ്റാണ്, ടാക്സ് ഇല്ല, എക്സംപ്റ്റഡ് ആണ്. Then the exemption applies to both lump sum and periodic installment. അത് എങ്ങനെ കിട്ടിയാലും എക്സംപ്റ്റഡാ. ഇന്ന ടൈപ്പ് എന്നൊന്നുമില്ല. ലംസമായിട്ട് കിട്ടാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടാം. എങ്ങനെയാണെങ്കിലും അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിലെ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഞാൻ വീട്ടിലല്ല, അതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ടൊക്കെ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഡെയിലി MCQs പ്രാക്ടീസ് ചെയ്യുക. ദെൻ നമ്മുടെ ആപ്പിൽ ഞാൻ പറഞ്ഞു ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ MCQ ആൻഡ് മോക്ക് ടെസ്റ്റിൻ്റെ ബാച്ചും ഉണ്ട്, ക്രാഷ് ബാച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലാസ്റ്റ് മിനിറ്റിൽ മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.